ആർഎസ്എസ് ദൃഷ്ടിയിൽ കേരളം ഇനി രണ്ട് സംഘടനാ പ്രാന്തങ്ങൾ, ദക്ഷിണ കേരളം, ഉത്തര കേരളം എന്നീ നിലയിലായിരിക്കും പ്രവർത്തനം. ശാഖകളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിലാണ് കേരളം രണ്ട് പ്രാന്തങ്ങളാക്കിയത്. ദക്ഷിണ പ്രാന്ത പ്രചാരകായി എസ് സുദർശനെയും ഉത്തര പ്രാന്ത പ്രചാരകായി വിനോദിനെയും തെരഞ്ഞെടുത്തു. പ്രവർത്തനം വികേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കേരളത്തെ രണ്ട് സംഘടനാ പ്രാന്തുകളാക്കിയത്. നാഗ്പൂരിൽ ചേർന്ന ആർഎസ്എസ് അഖില ഭാരതീയ പ്രതിനിധി സഭയുടേതാണ് തീരുമാനം. തിരുവനന്തപുരം മുതൽ എറണാകുളം ഉൾപ്പെടുന്ന മേഖല ദക്ഷിണ കേരള പ്രാന്തമെന്നും തൃശൂർ മുതൽ കാസർഗോഡ് ഉൾപ്പെടുന്ന മേഖല ഉത്തര കേരള പ്രാന്തം എന്ന നിലയിലാകും പ്രവർത്തിക്കുക. തിരുവനന്തപുരം, കൊല്ലം, ശബരിഗിരി, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 6 വിഭാഗങ്ങൾ ദക്ഷിണ പ്രാന്തിന്റെ ഭാഗമാകും. തൃശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ വിഭാഗങ്ങളാണ് ഉത്തരപ്രാന്തിന്റെ ഭാഗമാകുക. ദക്ഷിണ പ്രാന്ത പ്രചാരകായി എസ് സുദർശനെയും സഹപ്രാന്ത പ്രചാരകായി കെ പ്രശാന്തിനെയും തെരഞ്ഞെടുത്തു. പ്രാന്ത സംഘചാലക് പ്രൊഫസർ എസ് രമേശൻ, പ്രാന്തകാര്യവാഹ് ടി വി പ്രസാദ് ബാബു, പ്രാന്ത സഹകാര്യവാഹ് കെ ബി ശ്രീകുമാർ. ഉത്തരപ്രാന്ത പ്രചാരകായി വിനോദ്, സഹപ്രാന്ത പ്രചാരകായി വി അനീഷ് എന്നിവരെ പ്രഖ്യാപിച്ചു. അഡ്വക്കേറ്റ് കെ കെ ബൽറാം പ്രാന്ത സംഘചാലകായും ടി എൻ ഈശ്വരൻ പ്രാന്തകാര്യവാഹായും പി പി സുരേഷ് ബാബു പ്രാന്ത സഹകാര്യവാഹായും പ്രവർത്തിക്കും. കെ പി രാധാകൃഷ്ണനാണ് ഉത്തര ദക്ഷിണ പ്രാന്തുകളുടെ ഭൗതിക് പ്രമുഖ്. 1964 കേരള പ്രാന്തം രൂപീകരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരി പുഴയ്ക്ക് തെക്കോട്ട് തിരുവനന്തപുരം റവന്യൂ ജില്ല വരെയായിരുന്നു കേരള പ്രാന്തം. ജനം, ഡൽഹി.